നിർമ്മിച്ച് 1 വർഷം പൂർത്തിയാവുമ്പോഴും വിദ്യാർത്ഥികളുടെ പരിചരണത്തിൽ സ്നേഹാരാമങ്ങൾ പൂത്തലഞ്ഞു നിൽക്കുന്നു. NSS സപ്തദിന ക്യാമ്പുകളുടെ ഭാഗമായി തൃക്കരിപ്പൂരിൽ വിവിധ സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികൾ ഒരുക്കിയ പൂന്തോട്ടങ്ങൾ നാട്ടുകാർക്ക് അനുഗ്രഹമാണ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ 4 സ്കൂളുകളിൽ നിന്നെത്തിയ NSS വോളണ്ടിയർമാർ തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ പിന്നിൽ കാട് മൂടിയും വള്ളിപ്പടർപ്പുകൾ വളർന്നും ആരും ശ്രദ്ധിക്കാതെയിരുന്ന ഭാഗം ശുചീകരിച്ച് നാട്ടുകാരുടെ ഹൃദയാരാമമായി മാറിയ പൂന്തോട്ടം നിർമ്മിച്ചത്. കഴിഞ്ഞ വർഷം ക്രിസ്തുമസ് അവധിക്കാലത്ത് നിർമ്മിച്ച സ്നേഹാരാമത്തിന് ഇരിപ്പിടങ്ങളും മുളവേലികളും ഒരുക്കിയിരുന്നു. പലതരത്തിലുള്ള പൂച്ചെടികളും മറ്റും നട്ടുപിടിപ്പിച്ച NSS വോളണ്ടിയർമാർ നിർമ്മിതികൾക്ക് പെയിന്റ് നൽകി മോടികൂട്ടുകയും ചെയ്തിരുന്നു. നിർമ്മിച്ച് 1 വർഷം പൂർത്തിയാവുമ്പോഴും ചെടികൾ നനച്ചും തകർന്ന മുളവേലികൾ പുതുക്കിയും നിറങ്ങൾ നൽകിയും നവീകരിച്ച് NSS വോളണ്ടിയർമാർ നാട്ടുകാരുടെ അഭിനന്ദനങ്ങൾക്ക് പാത്രമാവുകയാണ്. നാഷണൽ സർവീസ് സ്കീമിലെ വോളണ്ടിയർമാർ മാതൃകാ സാമൂഹ്യ പ്രവർത്തനമാണ് നടത്തിവരുന്നതെന്ന് കൈക്കോട്ടുകടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ PP അബൂബക്കർ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. നമുക്കറിയാം, സാധാരണ ജൂൺ 5 നട്ട തൈയുടെ ആ കുഴിയിലാണ് സാധാരണ 2ാമത്തെ വർഷം വീണ്ടും അടുത്തൊരു മരം നടുന്നത്. അതിന് പകരമായി ഇത് നിർത്തിപ്പോകാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ വീണ്ടും നല്ല രീതിയിൽ ഇത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല, മറ്റൊരു പ്രത്യേകത, തൊട്ട് മുമ്പിലുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തൂടെ നടന്നു പോകാനുള്ള യാത്രക്കാർക്ക് നല്ലൊരു ഒരു കാഴ്ച, പ്രത്യേകിച്ച് ഒരു തോട്ടത്തിന് അനുഭവിച്ച് തന്നെ പോകാൻ പറ്റുന്നതാണ് മറ്റൊരു പ്രത്യേകത. അതും പഠന പ്രവർത്തനങ്ങൾക്കിടയിലും മറ്റ് സേവന പ്രവർത്തനങ്ങൾക്കൊപ്പമാണ് വിദ്യാർത്ഥികൾ ഏറെ ശ്രമകരമായ പൂന്തോട്ടം ഒരുക്കി പരിപാലിക്കുന്നത്. പ്രദേശത്തുള്ള രക്ഷിതാക്കളും നാട്ടുകാരും ചെടികൾ നനക്കുന്നതിനും മറ്റും സഹായിക്കാറുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.